ഭാഗ്യവാരോ. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് മേടം രാശി. മേടൻ രാശിക്കാർക്ക് പൊതുവെ 7 കൊല്ലത്തേക്കിന് 7 ശനിയുടെ തുടക്കം ഇടുകയും അതുപോലെ തന്നെ വ്യാഴഗ്രഹം 3-ാം ഭാവത്തിലും സൗഖ്യസ്ഥാനത്തും പഞ്ചമസ്ഥാനത്തുമായിട്ട് ചൊവ്വാഗ്രഹം വരികയും ലാഭസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി കാളസർപ്പം വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ പഠിത്തത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ മെനക്കെടേണ്ടിയിരിക്കുന്നു. അവർക്ക് ഏതെങ്കിലും കാരണവശാൽ പഠനത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഏതെങ്കിലും കുടുംബ വിഷയങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക ശാരീരിക വൈകാരിക പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് 3 ഇരട്ടി പഠിത്തവും അധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വർഷം വിഷുഫലമനുസരിച്ച് അവരവർ വിഭാവനം ചെയ്യുന്ന ആ വിദ്യാരംഗത്ത് പല വിദ്യകളിലാവാം, എൻജിനീയറിങ്, മെഡിക്കൽ, അതുപോലെ തന്നെ വിവിധങ്ങളായ ആയിരക്കണക്കിന് വിദ്യാഭ്യാസങ്ങളുണ്ട്. അവയിലെല്ലാം പഴയ പോലെ ഒന്ന് മികച്ചു നിൽക്കാനും കൂടുതലായി ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക ജോലികൾ കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ടാർഗറ്റ് പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ അധികാരികളുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഷ്ടം നിറവേറ്റാനോ വളരെയധികം പാടുപെടേണ്ടി വരും. ആയതിനാൽ ജോലി സ്ഥിരതയ്ക്കും ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും കൂടുതൽ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അനുസരിച്ച് 2026 ഏപ്രിൽ 14 വരെ വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാവും. ജോലി ചിലപ്പം നഷ്ടപ്പെടാം. കിട്ടിയ ജോലി അപ്രൻറ്റീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണൽ പീരീഡോ നല്ലവണ്ണം വിജയിപ്പിച്ചെടുക്കുവാനായി, അതുപോലെ ജോലി കിട്ടിയാൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യാൻ, ജോലിക്ക് അപേക്ഷിച്ച തക്ക സമയത്ത് എത്തിച്ചേരാൻ, ഇൻ്റർവ്യൂവിൽ എത്തിച്ചേരാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് എപ്പോഴും കാലേക്കുട്ടി റെഡിയായിരിക്കണം. ഒരു ഭാഗത്ത് ഏഴരശനി, ഒരു ഭാഗത്ത് വ്യാഴഗ്രഹത്തിൻ്റെ 3-ാം ഭാവത്തിലേക്കുള്ള വരവ്, അതുപോലെ തന്നെ കാളസർപ്പത്തിൻ്റെ സ്ഥിതി, മറ്റ് ഗ്രഹങ്ങൾ അനുകൂലം അല്ല. ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ മേലധികാരികളുടെ അപ്രീതിയും സഹപ്രവർത്തകരുടെ നീരസങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉറ്റുനോക്കാനുള്ള ഏതെങ്കിലും ഗുരുത്തക്കേടുകളിലൊക്കെ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് മിന്നൽ പരിശോധന, അതുപോലെ ഏതെങ്കിലും തരത്തിൽ കൃത്യവിലോപനങ്ങൾ, മറ്റാരെങ്കിലുമൊക്കെ കൈക്കൂലിയോ മറ്റേതെങ്കിലുമൊക്കെ വാങ്ങിയതിനകത്ത് ഉത്തരവാദിത്വം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥ. എത്ര ഹാർഡ് വർക്ക് ചെയ്തിരുന്നാലും അധികാരികളുടെ ഒരു അംഗീകാരം കിട്ടുക, അതുപോലെ തന്നെ അധികാരികൾ മാറി മാറി ട്രാൻസ്ഫറായി വരുമ്പോൾ പഴയ അധികാരികളല്ലാത്ത പുതിയ വേഷവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധം, കയ്യബദ്ധങ്ങളൊക്കെ സംഭവിക്കാനും അത് സഹപ്രവർത്തകരോ കീഴ്ഘടകങ്ങളോ മേലധികാരികളോ ഒക്കെ മുതലെടുക്കുവാനും വിവിധങ്ങളായ ഉപദ്രവങ്ങളുണ്ടാക്കുവാനും ഉള്ള സാധ്യതയുണ്ട്. മുടിഞ്ഞു വാഴും, മാനം പോവും, മുഖവിളി കൂട്ടും, മരണം കേൾക്കും, മാതൃവഴി പിതൃവഴി മാതുല വഴി, ബന്ധവഴി സ്വന്തം വഴി മിത്രം വഴി എന്നാണ് വ്യാഴഗ്രഹത്തിൻ്റെ നിപ്പ്. അഭിമാനം നഷ്ടപ്പെടുന്ന സംഭവ വികാസങ്ങളും മക്കൾ മരുമക്കൾ എന്നിവരെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളാലും സഹപ്രവർത്തകരാലും ഉണ്ടാകുകയും അധിക്ഷേപം, ആക്ഷേപം, സസ്പെൻഡ്, ഡിസ്മിസ്, റിമാർക്സ്, ലോങ് ആബ്സെൻസ്, പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ ജാഗ്രത ആയിരിക്കണം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം കൂടുതൽ പണമൊന്നും മുടക്കരുത്. കാരണം മത്സര രംഗമുണ്ടാവുമെന്നാണ്. അത് സമാന്തരമായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ കൂടുതൽ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്നു, കൂടുതൽ ഐറ്റംസൊക്കെ വാങ്ങി വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കണ്ടും കൊണ്ട് ചിലപ്പം
കൂടുതൽ പണം ലോണൊക്കെ എടുത്തും കാര്യങ്ങളും എടുത്തും അല്ലെ ഏതെങ്കിലും തരത്തിലൊക്കെ പണം മുടക്കിയിട്ട് കൊടുക്കാൻ തിരിച്ചു പിടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാനക്ഷതങ്ങളും മൗനം, മന്ദത, വിഷമം, കിടന്ന ഉറക്കമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ മനസ്സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ളതൊക്കെ വന്നു ചേരും. ബിസിനസ്സുകാരധികം പണം മുടക്കാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. ഉള്ളത് സൂക്ഷിച്ചു വെക്കുക. കലാ കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർ അവരുടെ പേരിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു തടസ്സം, ഒരു പേരുദോഷം, ഒരു ആരോപണം എന്നിവ നേരിടേണ്ടി വരും. അതായത് 2026 ഏപ്രിൽ 14 വന്നാൽ മതി. മഴ പെയ്യുന്നതിന് മുമ്പ് കൊള്ളിയാൻ മിന്നുന്നു എന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴേ അതിൻ്റെ ഫലങ്ങളൊക്കെ ഏറെക്കുറെ കണ്ടു തുടങ്ങാം. ചിലർക്ക് വരുന്ന മാർച്ച് ഏപ്രിൽ ആകുമ്പോഴായിരിക്കും വരുന്നത്. എങ്കിലും ഇപ്പോൾ ഇടപെടുന്ന കാര്യങ്ങളിൽ അഭിമാനക്ഷതങ്ങൾ ഏതെങ്കിലും വരാനോ, കൊണ്ടുപോകുന്ന രംഗങ്ങൾ കലാരംഗമോ കായിക രംഗമോ രാഷ്ട്രീയ രംഗമോ ഒക്കെ ആണെങ്കിൽ തന്നെ അത് മുന്നോട്ട് സുഗമമായി തടസ്സമില്ലാതെ പോകാൻ ശകലം ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വെച്ച് മുറിവ് സംഭവിക്കും, വിടുതൽ സംഭവിക്കും, ആരോപിതനാവും അല്ലെ ആരോപിതയാവും. ഈ പറയുന്ന നക്ഷത്രഫലം സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, കുബേര കുചേല വ്യത്യാസമന്യേ, ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും ബാധകമാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞു, ബിസിനസ്സുകാരുടെ പറഞ്ഞു, കലാരാഷ്ട്രീയം സാമുദായികം, വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒന്നുമില്ല പേപ്പറുകൾ ശരിയാവാനോ മെഡിക്കൽ ശരിയാവാനോ, അതല്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് എഗ്രിമെൻ്റ് ചെയ്തവർക്ക് കൊണ്ടുപോകേണ്ട സ്ഥലത്ത് അത് ക്ലിയറൻസ് ആവാതെ വരികയോ തന്നിമിത്തം ഒരു മുഷിച്ചിലിനും ഒരു വിലാപത്തിനും പണം തിരികെ വാങ്ങാനും ഒക്കെ ഇടയാവും. അത് കണ്ട് കൃത്യമായി ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അവിവാഹിതർക്കാണെങ്കിൽ വിവാഹ ബന്ധങ്ങൾ മുറുകിയവയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ കാലതാമസങ്ങളോ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യാനും ഉള്ള അവസരം വരുന്നുണ്ട്. രോഗികൾക്ക് പുതിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, പുതിയ ചികിത്സകൻ വേണ്ടി വരും. വലിയൊരു മാറ്റങ്ങൾ രോഗത്തിന് കാണാത്തത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് ഒരു നല്ലൊരു ഡോക്ടറെ കാണേണ്ടി വരും, ട്രീറ്റ്മെൻറ്റ് രീതി മാറേണ്ടി വരും. കടവും ബാധ്യതയൊക്കെ ഉള്ളവർക്ക് ഇപ്പം കൂടുതലായിട്ടൊന്നും കടം തീർക്കാൻ സാധ്യതയില്ല. ഏഴര ശനിയിൽ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് അല്പം കടബാധ്യതകളൊക്കെ വരുത്തി വെക്കാനാണ് സാധ്യത. കൂടുതൽ കടമൊന്നും വാങ്ങി വെക്കരുത്, കാരണം നമുക്ക് ഇൻകമിങ് കുറവായിരിക്കും. അതുകൊണ്ട് വലിയ കൂടിയ ലക്ഷങ്ങളൊന്നും വാങ്ങാതെ ചുരുങ്ങിയ തോതിൽ കടബാധ്യതകളൊക്കെ വരുത്തി വെക്കുക. ഉള്ളവ എങ്ങനെയെങ്കിലും പരിഹരിച്ചു പോകാനായി ശ്രമിക്കുന്നതാണ് നല്ലത്. കിട്ടുന്ന പണം കടബാധ്യത തീർക്കുക. രോഗികളാണ് പുതിയ ട്രീറ്റ്മെൻറ്റിലേക്ക് നീങ്ങുക. കച്ചേരി കോടതി കേസ് വഴക്കൊക്കെ ഉള്ളവർക്ക് ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യത വളരെ കുറവാണ്. മത്സരം കൂടും, അഭിമാനം കൂടും, മത്സരം കൂടും, കീഴ്പ്പെടാൻ തയ്യാറില്ലാതെ വരും. ആയതിനാൽ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നീണ്ടു പോകും. കച്ചേരി കോടതി കേസ് ഒത്തുതീർപ്പ് ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ ഉള്ളവ എല്ലാം. കൂടുതലും അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ശാരീരിക ക്ഷീണം, മാനസിക ക്ഷീണം, സാമ്പത്തിക ക്ഷീണം, കൊടുക്കൽ വാങ്ങലുകൾ, അപാകതകൾ, അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ വരും. അതുപോലെ ചതയം പൂരിട്ടാതി നക്ഷത്രം ദിവസം വരുന്ന ദിവസങ്ങൾ സാമ്പത്തികപരമായിട്ടും സൗഹാർദ്ദപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായും കുടുംബപരമായും ഭരണപരമായും തൊഴിൽപരമായും ഒരല്പം നല്ല ദിവസങ്ങളായിരിക്കും. പൂരിട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ അത് കലണ്ടറിലോ ഡയറിയിലോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അനിഴം തൃക്കേട്ട വരുന്ന ദിവസങ്ങൾ ഈ വർഷഫലം അനുസരിച്ച് അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് പൊതുവെ ആൻസൈറ്റി പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ വരുന്നതും ചതയം പൂരിട്ടാതി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികവും തൊഴിൽപരവും കുടുംബപരവും ആയിട്ടും വിശിഷ്ട വ്യക്തികളെ കാണാനും ദൈവികപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വാങ്ങാനും ഒക്കെ ഉള്ള നല്ല ദിവസമാണ്. പൊതുവെ ഇതാണ് ഫലങ്ങൾ. എങ്കിലും ശനിയുടെ വ്യാഴത്തിൻ്റെയും ദോഷപരിഹാരങ്ങൾ ചെയ്യണം. മുതലാളിമാർക്ക്
കൂടുതലും തൊഴിലാളികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ തലപ്പൊക്കാനുള്ള സാധ്യതകളും നിയമപരമായ പ്രശ്നങ്ങളും ഈ രാശിയിൽപ്പെട്ട മുതലാളിമാർക്കുണ്ടാവും. കാരണം ഏഴരശനിയും വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെയും പ്രതികൂലമായ നിപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ഭംഗം വരികയും കിട്ടുന്ന തൊഴിൽ നമുക്കെടുക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ അസുഖം മൂലമോ സാങ്കേതിക കുഴപ്പങ്ങൾ മൂലമോ ഉണ്ടാവും. മുഴുവൻ അന്നന്ന് കിട്ടുന്ന അന്നന്ന് തീരുന്ന ഒരവസ്ഥയിലേക്ക് വരും. ശനി വ്യാഴഗ്രഹത്തെ ശക്തിപ്പെടുത്തുക. ജ്യോതിഷപരമായി പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദേവാനാം ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തദ്ഗുരും പ്രണതോസ്മ്യഹം എന്ന വ്യാജസ്തോത്രങ്ങൾ കൊണ്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം, അതായത് ഈ ഭൂമിയിലെ വെള്ളത്തിൻ്റെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഓക്സിജൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും പ്രതീകമായ വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദി വസ്തുക്കളെ കൊണ്ട് സ്വസ്തിക പത്മത്തിൽ അല്ലെ വ്യാഴപത്മത്തിൽ അർപ്പിച്ചുകൊണ്ട് അല്ലെ വ്യാഴഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനകളും കർമ്മങ്ങളും പുഷ്പാർച്ചനകളും പൂജാദികളും ഹോമവിധികളും ഒക്കെ ചെയ്ത് കാഠിന്യങ്ങളെ വളരെയധികം കുറയ്ക്കാം. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, എള്ളുപായസം മുതലായവ ശാസ്താപനം നടത്തി നെയ്വിളക്കൊക്കെ കത്തിച്ച് ശനിയുടെ കാലക്കേടുകൾ, ഗൗരവങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഈ ശനിയും വ്യാഴഗ്രഹവും ഇതെല്ലാം, ചൊവ്വാഗ്രഹവും അതുപോലെ നവഗ്രഹങ്ങളെല്ലാം നന്മകളിലേക്ക് തിരിയാനുള്ള പ്രാരംഭപരമായ ചില ദോഷങ്ങളൊക്കെ വരുത്തി വെക്കും എന്നുള്ളതേ ഉള്ളൂ. ചില വിഷുഫലം ദോഷമാണെങ്കിൽ ചില വിഷുഫലം ഗുണകരമായിട്ടും വരും. കഴിഞ്ഞ വർഷം ഈ രാശിക്കാർക്ക് അനുകൂലമായിരുന്നു, ഈ വർഷം പ്രതികൂലമാണ്. ശാരീരികപരമായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങൾ, പനി, കണ്ണിന് രോഗങ്ങൾ, അതുപോലെ ശിരോസംബന്ധമായ രോഗങ്ങൾ ഒക്കെ വരും. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ശനിപ്രീതി വരുത്തുക. ഓരോരുത്തരുടെയും ജാതകവിധി പ്രകാരം ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ യോഗകാരകന്മാരായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ശശമഹായോഗം, ഹംസമഹായോഗം, രുചകമഹായോഗം ഇങ്ങനെയുള്ള യോഗങ്ങളുണ്ടെങ്കിൽ ഈ ദോഷകാഠിന്യങ്ങൾ കണ്ണേ കൊള്ളേണ്ടത് പുരിയത്ത് തട്ടി മാറും, ചങ്കെ കൊള്ളേണ്ട അപകടം ചെവിയെ കൊണ്ടങ്ങ് മാറും എന്ന് പറയുന്ന പോലെ ഹോമവിധികൾ, പൂജാകർമ്മങ്ങൾ, പുഷ്പാർച്ചനകൾ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് കാഠിന്യങ്ങൾ കുറയ്ക്കാവുന്നതാണ്. ഈ രാശിക്കാരിലെ ഗുണദോഷ വിഷുഫലങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാഗ്യവാരോ